കുട്ടികൾ തീർത്ഥാടനത്തിന് വരും. അപ്പോ ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അറിയാലോ, ഹോസ്റ്റലിലും മഠത്തിലും ഒക്കെ അവരുടെ കയ്യില് ഇവിടെ വരുമ്പോ എല്ലാവരും കുട്ടികളൊക്കെ വരുമ്പോ എന്താണ്, കടകളിലൊക്കെ കയറുന്നു, മാല, മധുര പലഹാരങ്ങൾ, ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നു. അതൊക്കെയാണ് അവർക്ക് കുറച്ചുകൂടെ താല്പര്യം. അപ്പോ ഈ കുട്ടികൾ രണ്ടുപേരും വന്ന് ഓടി കൂടെ വരുന്നവരെയൊക്കെ തോൽപ്പിച്ച് ഓടി അങ്ങ് മലകയറുന്നു ഭയങ്കര സന്തോഷത്തോടെ. തിരിച്ചു വന്നതാ ഇവിടുന്ന് പിയാത്ത എന്ന് പറയുന്നത് ഈശോയുടെ രൂപം മാതാവിന്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് സത്യം പറഞ്ഞാല് ഒരു ഐസ്ക്രീം പോലും വാങ്ങി കഴിക്കാൻ കയ്യില് അന്ന് 2 രൂപ 3 രൂപയൊക്കെയാണ് ഇവിടെ ഐസ്ക്രീമിന്റെ വിലയെന്ന് തോന്നുന്നു. കയ്യിൽ കാശില്ലാതെ കരയുന്ന 2 പെൺകുട്ടികളില് ഒരാൾക്ക് തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ ഇവിടെ വന്നു നിന്ന് സംസാരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം തന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. ആ ഒരു ദൂരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേരാൻ, കുരിശുമലയുടെ വേദിയിൽ വന്നു നിന്ന് സ്വന്തം അനുഭവം പറയാൻ, അല്ലെങ്കിൽ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പകർന്ന് ഇവിടെ വന്ന് സങ്കടത്തോടെ നിന്നിരുന്ന ആ ഒരു സമയത്ത് നിന്ന് ഈ ഒരു വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയായിട്ട് കണക്കാക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ ഒരു തലമുറ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ 8, 9, 10 വയസ്സായ കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുന്നു. ലഹരി ഉപയോഗിച്ച് കാണിച്ചു കൂട്ടാൻ കഴിയുന്നതിലപ്പുറം കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാലും എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാലും അതിനൊന്നും നമുക്കൊരു മറുപടി കൃത്യമായോ അല്ലെങ്കിൽ വ്യക്തതയോടുകൂടെയുള്ള ഒരു മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം. പണ്ടൊക്കെ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ, ഇപ്പോ ഒരു കുഞ്ഞ് ഒരു അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ തല്ലി എന്തിനെന്ന് ചോദിച്ചാൽ അവന് പറയാൻ എന്തെങ്കിലും ചിലപ്പോൾ ഒരു വലിയ കാരണം, ഒരു റീസൺ ഉണ്ടാവും. പക്ഷേ എന്ന് പ്രസവിച്ചു 9 മാസം സ്വന്തം ഉദരത്തിൽ പേറി പ്രസവിച്ച സ്വന്തം മാതാവിനെ കഴുത്തിഞ്ഞരിച്ചു കൊല്ലുന്നു, സ്വന്തം മാതാവിനെ അതിക്രൂരമായിട്ട് മക്കൾ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ കൊല്ലുന്നു. ഒത്തിരി സ്നേഹിച്ച കാമുകി അല്ലെങ്കിൽ കാമുകനെ വളരെ വൃത്തികെട്ട രീതിയിൽ ചതിയിലൂടെ കൊന്നൊടുക്കുന്ന ഒരു സമൂഹത്തിലോട്ട്. അതിനൊന്നും എന്താണ് കാരണം, എന്തിനു നീ അത് ചെയ്തു എന്ന് ചോദിച്ചാല് അതിന് പറയാനായിട്ടൊരു കാരണമില്ലാത്തൊരു തലമുറയായിട്ട് നമ്മുടെ തലമുറയുടെ ഒരു വലിയ വിഭാഗം മാറുന്നു. എന്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അതുപോലെ തന്നിഷ്ടത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു തലമുറ ഇന്ന് വളർന്നു വരുന്നു. തീർച്ചയായിട്ടും അവിടെയൊക്കെയാണ് നാം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് പ്രത്യാശയുടെ അനുഭവങ്ങൾ പകർന്നു നൽകേണ്ടത്. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, പ്രത്യാശ ഇല്ലാതാകുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ പുതുതലമുറ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നാം കാണുന്നു. ഇതിൽ നിന്നൊക്കെ മാറ്റം വരണമെങ്കിൽ നാം വിശ്വസിക്കുന്ന മതം അല്ലെങ്കിൽ ഈശ്വരനുമായിക്കൊള്ളട്ടെ, ഓരോ മതഗ്രന്ഥവും പഠിപ്പിക്കുന്നത് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അതിലുപരി പ്രത്യാശയുടെയും വലിയൊരു. എൻ്റെ പേര് ബാഹുലേനാണ്, കനുച്ചുറം സ്വദേശിയാണ്, ദേശീയ കൈതറം. ഞാനിപ്പോൾ തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിലാണ്. 10 ജനങ്ങളുടെ വൻതിരക്കിനെ കാണുന്നുണ്ട്, ഒഴുകിയെത്തുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇത്ര ആളില്ല. ഇത് വലിയ ഭക്തനും വലിയ തിരക്കുമാണ് അനുഭവപ്പെടുന്ന. വാഹനങ്ങൾ കുറവാണ്, ബസ് കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന്റെ സ്ഥലത്താണ്, പ്രസംഗ സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ വളരെ 2 ഭാഗത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞെന്ന് ഞാൻ പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നു. ആ സ്ഥലത്താണ്, തെക്കൻ കുരിശുമല തീർത്ഥാടന സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. നാളെ സമാപിച്ചിട്ട് പിന്നെ ദുഃഖവെള്ളിയാഴ്ചയാണ് തുറക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ സ്ഥലത്താണ് നിൽക്കുന്നത്. ഒഴുകിയാണ് ജനങ്ങൾ 2 ഭാഗത്തു നിന്നും എത്തുന്നത്. മലയാളികളും തമിഴ്നാട്ടിലുള്ളവരും എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുരിശുമലയിലെ അത്ര 10 ജനങ്ങളാണ്. വൈകുന്നേരം മഴയുണ്ടായിരുന്നു. മഴയെ വകവയ്ക്കാതെ ജനങ്ങളുടെ നീണ്ട തിരക്ക് കാണുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എന്റെ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ തെക്കൻ കുരിശുമല തീർത്ഥാടനം. ആ സ്ഥലത്താണ് ഇരിക്കുന്നത്. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എന്റെ വാർത്ത നൽകുന്നത്. ആ സ്ഥലത്താണ് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. എങ്കിലും നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോകുന്നതാണ്. ആ ഒരു രീതിയിലോട്ട് നമ്മുടെ സമൂഹം ആരെയും വകവയ്ക്കാതെ. പണ്ട് പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ഏത് പ്രായത്തിലുള്ളവർക്കായാലും പേടിയാണ്. ഇന്ന് ആ ഒരു പേടി പുതുതലമുറയ്ക്ക് നഷ്ടമാകുന്നു. പണ്ട് അധ്യാപകരെന്ന് കേൾക്കുമ്പോ വിറയ്ക്കും അല്ലേ, ചൂരല് കണ്ടാല് നമ്മൾ ഓടും. പക്ഷേ ഇന്ന് അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വടിയെടുക്കാൻ പാടില്ലാത്ത ഒരു സമൂഹം. ശരിക്കും ശിക്ഷണമില്ലാതെ മനുഷ്യൻ വഴിതെറ്റി പോകുന്നു. നമുക്ക് നന്മയിലേക്ക് നയിക്കാനുള്ള ശിക്ഷണമില്ലാതെ നാം ഓരോരുത്തരും വഴിതെറ്റി പോകുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നതെന്ന് നമുക്കറിയാം. വിശുദ്ധ ബൈബിളിലെ റോമാർക്ക് എഴുതിയ പുസ്തകത്തിൽ 15-ാം അധ്യായം
13-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം എന്നുള്ളതാണ്. അത് ഏത് ദൈവം, ഏത് മതത്തിന്റെ ദൈവം എന്നുള്ളതല്ല, ഏത് ദൈവമായാലും അത് പ്രത്യാശ നൽകുന്നതാണ്. ചിലപ്പോ നമുക്ക് നേരത്തെ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചു, ദൈവം എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരുപാട് ദൈവ സാന്നിധ്യമുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചിലപ്പോ ഒരാളുടെ ഒരു സാന്ത്വനിപ്പിക്കുന്ന വാക്കാകാം. നമ്മൾ കേട്ടിട്ടില്ലേ, എന്താണ്, ആത്മഹത്യ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആ നിമിഷം ആവശ്യം ഒരു വ്യക്തിയുടെ സാന്ത്വന വാക്കായിരിക്കും. ആ സാന്ത്വന വാക്കാണ് ചിലപ്പോൾ ദൈവമായിട്ട് നമ്മൾ